ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റിൻ്റെ വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള ഇറ്റ്സി ബിറ്റ്സിയിൽ നിന്ന് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രോഡക്റ്റ്സ് മുതൽ വലിയ പ്രോഡക്റ്റ്സ് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ക്രാഫ്റ്റ് മെറ്റീരിയൽസിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും ബോട്ടിൽ ആർട്ടിനൊക്കെ വാങ്ങിക്കുന്ന ഒരു പെയിൻറ്റും കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള പല ഐറ്റംസും ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അത് എല്ലാം കൂടിയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ സാധനവും ആ ഒരു ബോക്സിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ലിറ്റിൽ ബേർഡിയുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സാണ് കേട്ടോ, പേപ്പർ ഫ്ലവേഴ്സാണ്. നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആണെന്ന് തോന്നില്ല, അത്രയും പെർഫെക്ഷൻ ആയിട്ടാണുള്ളത്. നല്ല റെഡ് കളറ് ബണ്ടിൽസ് ആണുള്ളത്, റോസ് പൂവിൻ്റെ ബണ്ടിൽസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുള്ള അങ്ങനത്തെ ഒരു 4 ബണ്ടിൽസാണ് നമ്മളീ ഒരു പാക്കറ്റിലുള്ളത്. ഇതിൻ്റെ പല കളേഴ്സും പിന്നെ അതുപോലെ പല സൈസസിലും കിട്ടാനുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് 25 പീസസിൻ്റെ ഒരു പാക്കറ്റിന് 260 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ എനിക്കൊരു 30% ഡിസ്കൗണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സെയിലുള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഫ്ലവേഴ്സാണ്, നല്ല വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് 14 എണ്ണമുള്ള ഒരു പാക്കറ്റിന് 299 റുപ്പീസാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം എല്ലാ സമയത്തും 50%ഉം അതുപോലെ 30% ഒക്കെ ഡിസ്കൗണ്ട്സ് ഉണ്ടാകും. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഇതിൽ ഏതാ എടുക്കാമെന്ന്, അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാ ഞാനിത് തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ല, എന്ത് ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും പിന്നെ അതിന് ചെറിയ ചെറിയ പോളൻസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കുഞ്ഞു കുഞ്ഞു ബണ്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും പിന്നെ അതുപോലെ ബോട്ടിൽ ആർട്ടിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ പേപ്പറിൻ്റെ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 8 ഫ്ലവേഴ്സും പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ബണ്ടിൽസും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് വാങ്ങിച്ചിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇതിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പാക്കറ്റിൽ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ അതുപോലെ പേപ്പറിൻ്റെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ കാണാനായിട്ട്. ഈ ഒരു പാക്കറ്റിൽ 6 ഫ്ലവേഴ്സും പിന്നെ 2 ബട്ടർഫ്ലൈസും ആണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പല വെറൈറ്റീസ് ആയിട്ട് കിട്ടാനുണ്ട് കേട്ടോ. ഒരുപാട് ബട്ടർഫ്ലൈസ് മാത്രമുള്ള പാക്കറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഫ്ലവേഴ്സ് ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചുള്ളത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടൈപ്പിൻ്റെ ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് കളർ ഫ്ലവറിൻ്റെ ഒരു പാക്കറ്റ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 9 ഫ്ലവേഴ്സാണുള്ളത്. ഒരു 5 ഫ്ലവർ വലുതും പിന്നെ കുറച്ച് കുഞ്ഞു ഫ്ലവേഴ്സും ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഒരു സിമ്പിളായിട്ടുള്ളതാണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു പാക്കറ്റ്സിന് 300 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൽ കയറി നോക്കാം കേട്ടോ. ഈ പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു കളക്ഷൻ കണ്ടാൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്താൽ തോന്നില്ല കേട്ടോ, അത്രയും പെർഫെക്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളറും ആ കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ക്രോഷ്യോ ടൈപ്പ് ലേസസ് ആണ്, നല്ല കോട്ടൻ്റെ ലേസസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലേക്കും പിന്നെ അതുപോലെ നമുക്ക് വാൾ ഡെക്കറിലും ബോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 3 കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ട്, നല്ലൊരു ലൈറ്റ് ഗ്രീന്, വൈറ്റ് പിന്നെ അതുപോലെ പിങ്ക്. ഈ ഒരു ലേസിൻ്റെ ഒരുപാട് കളേഴ്സും പിന്നെ അതുപോലെ നല്ല വീതി കൂടിയ ടൈപ്പും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ലേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലേസിന് പാക്കറ്റിന് 50 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമുക്ക് 30% ഡിസ്കൗണ്ടിലായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് കളേർഡ് ക്രാഫ്റ്റ് വയറാണ്. ഇത് ഒരു നൂല് പോലെ ഇരിക്കും, ഒരു തിന്നായിട്ടുള്ള കമ്പിയാണ്. 0.3 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് കാണിക്കുന്നത്. ചെറിയ റെഡ് കളറാണ്. അപ്പോൾ ഇതിന് 79 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ അതിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കളറിലുണ്ട്, ഇതിൻ്റെ തിക്നെസ് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് വാട്ടർ കളറാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിലൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 15 ml കുഞ്ഞ് ബോട്ടിൽസാണ്. അപ്പോൾ ഇത് 3 കളറിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് കളറുണ്ട് കേട്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല നല്ല കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 3 എണ്ണം മാത്രം വാങ്ങിച്ചിട്ടേ ഉള്ളൂ.
ഈ ഒരു വാട്ടർ കളറിൻ്റെയൊക്കെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കും കേട്ടോ. അപ്പം 3 ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കി വാങ്ങിക്കാം. കാരണം ഒരുപാട് വാങ്ങിക്കുമ്പോൾ കുറേ റേറ്റ് ആവുമല്ലോ. അപ്പോൾ ഒരു 3 മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് ഇതായി 3D പേൾ ഡ്രോപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നല്ല നല്ല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഇങ്ങനെ പിശുക്കിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കളറ് മാത്രം വാങ്ങിച്ചു. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 80 റുപ്പീസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു 3D ഔട്ട്ലൈനർ വാങ്ങിക്കുന്ന പോലെയല്ല കേട്ടോ, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് 30 ml ഉണ്ട്. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ പേളിൻ്റെ ഒരു എഫക്റ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് അത് സ്ക്രാപ്പ് ബുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ബോട്ടിൽ ആർട്ടിലേക്കൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് ഞാൻ ചോക്ക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു പിങ്ക് കളർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട്. ഇതിനൊരു ബോട്ടിലിന് 150 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 50% ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട് സൈറ്റിൽ. അടുത്തായിട്ട് ഇതുപോലെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഡെക്കോർ വാർണിഷാണ്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാനുള്ള വാർണിഷാണ്. അപ്പോൾ ഇതൊരു ഗ്ലോസി എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മാറ്റ് ഫിനിഷിംഗ് ഉള്ളതും കിട്ടാനുണ്ട്. അപ്പോൾ ഇത് 100 ml ഒരു ബോട്ടിലിന് 250 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ എനിക്ക് 30% ഡിസ്കൗണ്ടിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ബോട്ടിലേക്കൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഞാനിതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ക്യാമിലിൻ്റെ ആ ഒരു പിക്ചർ വാർണിഷാണ്. എനിക്കത് അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ലിറ്റിൽ ബേർഡിയുടെ ഡെക്കോ മാജിക് പ്രീമിയം ഡെക്കോ പേജ് ഗ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ഡെക്കോ പേജ് ടിഷ്യൂ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള ഗ്ലൂ ആണ്. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിംഗ് ഉള്ളതാണ് കേട്ടോ. 225 ml ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 220 ആണ്. അപ്പോൾ ഇതിനൊക്കെ 10% 20% ഒക്കെ ഡിസ്കൗണ്ടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഒരു കുഞ്ഞി മെറ്റൽ ബക്കറ്റാണ്. അപ്പോൾ ഇത് നല്ല സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് ചെയ്യാത്തതും ഒക്കെ ഉണ്ട്. നല്ല അലൂമിനിയത്തിൻ്റെ ഒരു കളറും പിന്നെ പല ടൈപ്പ് കളേഴ്സ് ചെയ്തിട്ടുള്ളതും ഡിസൈൻ ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് 70 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് സിസേഴ്സാണ്. അപ്പോൾ ഇതുപോലെ കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് പേപ്പറൊക്കെ ഡിസൈനായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിസേഴ്സാണ്. പിന്നെ അതുപോലെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ കട്ടായിട്ട് പോകാതിരിക്കാനുള്ള ടൈപ്പ് നല്ലൊരു സിസേഴ്സാണ്. അപ്പോൾ അതും ഒരു 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ്. നമുക്കതിൻ്റെ മേലെ നോക്കുന്ന സമയത്ത് ആ ഒരു സിസറിൻ്റെ ആ ഒരു ബ്ലേഡും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് പേപ്പർ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അധികം കട്ടിയുള്ളതൊക്കെ ആകുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കാനില്ലല്ലോ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ഇവിടെ ഞാൻ എന്ത് വർക്കിനായാലും ഈ ഒരു സിസേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് അവർ 2 പേരും വഴക്കാണ്. പിന്നെ നമുക്ക് പേടിയാണ് ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ആയാലോ എന്ന്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാനില്ലല്ലോ. പിന്നെ നമ്മളുടെ ആ ഒരു ഡിസൈനർ സിസേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു സിഗ്സാഗ് മോഡൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൻ്റെ ലേസ് ഇല്ലേ, അപ്പോൾ അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പല ഡിസൈൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫുൾ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു സിഗ്സാഗ് മോഡലിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ മോഡൽ വേണമെങ്കിൽ അതിനുള്ള ഒരു ബ്ലേഡ് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ടൈപ്പ് ബ്ലേഡ് ഇല്ല. പക്ഷേ ഞാൻ ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബ്ലേഡ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഏത് ഡിസൈനിലുള്ളത് നമുക്ക് വേറെ വാങ്ങിച്ചിട്ട് അപ്പോൾ അതിലേക്ക് സ്പെയർ ആയിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് പിന്നീട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു സിസേഴ്സാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലേഡ് എവിടെയാണ് കിട്ടുക എന്നറിയില്ല, ഒന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു ടൈപ്പ് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡിസൈനർ സിസേഴ്സിന് 125 റുപ്പീസാണ് റേറ്റ്. കുട്ടികളുടെ ആ ഒരു സിസേഴ്സിന് 60 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ക്രാഫ്റ്റ് സിസേഴ്സ് വാങ്ങിക്കൊടുക്കുക. കാരണം സ്കൂളിലേക്കൊക്കെ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ, പേപ്പർ വർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനൊന്നും വേണ്ട, അവർക്ക് ഇഷ്ടം പോലെ വെട്ടി കളിക്കാവുന്നേ ഉള്ളൂ. വലിയ റേറ്റും ഇല്ലല്ലോ, 60 റുപ്പീസല്ലേ റേറ്റ് വന്നിട്ടുള്ളൂ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഇതുപോലെ കുറേ ആയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ മിനി ഈസലാണ്. അപ്പോൾ മിനി ഈസൽ വിത്ത് ബ്ലാക്ക് കളറ് ക്യാൻവാസും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് റേറ്റ് 104 ആണ്. അപ്പോൾ എനിക്ക് 99 റുപ്പീസിനാണ് തോന്നുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ നല്ല ഇതാണ് കേട്ടോ, നല്ല പെർഫെക്ഷനൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതൊന്നും ഷാർപ്പൊന്നും അല്ലാത്ത നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുഞ്ഞൊരു നെയിം ബോർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം.
ഇത് നമുക്ക് നല്ല തോട്ട്സൊക്കെ എഴുതിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലും പിന്നെ അതുപോലെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഞാനിതിപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിളിലേക്ക് നമുക്കിങ്ങനെ ഏത് വർക്കാണ് ചെയ്യണമെന്ന് ജസ്റ്റ് അത് എഴുതാനൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളർ ക്യാൻവാസ് ഉള്ളതും ബ്ലാക്കൊക്കെ കിട്ടാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയതും പല സൈസിലുള്ളതൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത ഇതുപോലുള്ളൊരു ബോക്സാണ്. ഇത് വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ആൾട്ടറബിൾ ബോക്സാണ്. അപ്പോൾ ഇത് വുഡനല്ല, ഇത് കട്ടിയുള്ള ഒരു പേപ്പറിൻ്റെതാണ്, കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ടൈപ്പ് വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിനൊക്കെ 80 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ 50% ഡിസ്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് 40 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പല ഷേപ്പിലും പല സൈസിലും കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പിന്നെ കുട്ടികളുടെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രൈംഡ് ചിപ്പ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ വേർഡിങ്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു നെയിം ബോർഡൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ നമുക്കൊരു വാൾ ഡെക്കർ ചെയ്യാനും മിക്സഡ് മീഡിയ ആർട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. നല്ല പെർഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് 49 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 34 റുപ്പീസിന് ഇപ്പോൾ സൈറ്റിൽ കിട്ടാനുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഡോറിൻ്റെ ഒരു ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ ഇതിന് 49 റുപ്പീസാണ് റേറ്റ്. ഞാൻ വീട്ടിലേക്ക് ഒരു നെയിം ബോർഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഡോറിൻ്റെതും പിന്നെ അതുപോലെ ആ ഒരു രീതിയിലുള്ള ക്യാപ്ഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ഗ്രാമഫോണിൻ്റെ ആ ഒരു ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ ഇതിന് 99 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 50 റുപ്പീസിന് കിട്ടാനുണ്ട്. പിന്നെ അടുത്തായിട്ടൊരു ബോർഡർ ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഒരു ഡിസൈൻ. അപ്പോൾ ഇത് 90 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 69-ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇസി ബിസിയുടെ ആ ഒരു സ്റ്റോറിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ആൻറ്റിക് ലുക്കായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ആ പെയിൻ്റൊക്കെ ചെയ്തെടുത്താൽ നമ്മളിങ്ങനെ ക്ലേ വെച്ചിട്ട് മൗഡിൽ ചെയ്യുന്ന ഒരു ഡിസൈനൊക്കെ പോലെയുണ്ട്. പിന്നെ അടുത്തായിട്ട് ഒരു ഫെൻസിൻ്റെ ഒരു പാക്കറ്റാണ്. 4 ഫെൻസിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 79 റുപ്പീസാണ്. ഇതിന് 56 റുപ്പീസാണ് റേറ്റ് കാണിക്കുന്നത്. ഞാനൊരു ഹോമിൻ്റെ തീമിലുള്ളത് മാത്രം കുറച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല റേറ്റിലും പല സൈസിലൊക്കെ ഉള്ളുണ്ട്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റെൻസിൽസ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഒരു മണ്ടാല ഡിസൈനാണ്. അപ്പോൾ 2 ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലേക്കൊക്കെ ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് വുഡിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കാർഡ്ബോർഡിൽ, ഗ്ലാസ്സിൽ, ബാഗിൽ അങ്ങനെ എല്ലാത്തിലും നമുക്ക് ക്ലോത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റെൻസിലാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഡിസൈനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്രിക്ക് ടൈപ്പ് ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ വാൾ ഡെക്കറിലേക്കൊക്കെ നമുക്ക് വർക്കൊക്കെ ചെയ്തിട്ട് സൈഡിലൊരു ബോർഡറായിട്ടൊക്കെ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെക്സ്ചർ പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെൻസിലൂടെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിലിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഒരാഴ്ചയും കൂടിയാണ് തോന്നിയ സൈറ്റിൽ നോക്കിയപ്പോൾ ഡിസ്കൗണ്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് കൂടിയിട്ടുള്ളതും കുറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കുക. ഇതിന് 80 റുപ്പീസ് അതുപോലെ 60 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാനൊരു ഡെക്കോ പേജ് ടിഷ്യൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഡെക്കോ പേജ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു 2 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ 80 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ഡിസൈനാണ്. ഒരു ബേർഡ്സിൻ്റെയും പിന്നെ അതുപോലെ നെസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വാൾ ഡെക്കറും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഒരു ഷീറ്റിന് 69 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നോന്ന് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയ സമയത്ത് 20% ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചോക്ക് ബോർഡാണ്. അപ്പോൾ നമുക്ക് ചോക്കൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇത് ഹാങ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തോട്ട്സൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ റൂമിലും ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ നമുക്ക് കിച്ചണിലൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതി വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ പല സൈസിൽ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു 190 റുപ്പീസ് ആണ് തോന്നുന്നുണ്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. 20%, 30% ഒക്കെ ഓരോ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് 50% ഒക്കെ വരെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു പേപ്പറാണ്. ഇത് ഡിസൈനർ ആയിട്ടുള്ള പേപ്പറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പേപ്പറും.
അപ്പോൾ ഞാനിതിൽ ഒന്ന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിട്ടിയ സമയത്ത് തോന്നുന്നു എനിക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ്. നമുക്ക് സ്ക്രാപ്പ് ബുക്കിങ്ങിന് ബാക്കി ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്താലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കളർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് തിന്നായിട്ടുള്ള ടൈപ്പാണ്. അതൊക്കെ 50% ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് സ്പോഞ്ച് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ റെഡ് കളർ നല്ല തിന്നായിട്ടുള്ള ഫോം ഷീറ്റാണ്. അപ്പോൾ ഇത് 40 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് 50% ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശായിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ എൻ്റെ കയ്യിൽ റെഡ് കളർ പേപ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു വാലൻറ്റൈൻ സ്പെഷ്യലിലെ ആ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡ് കളർ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഞാനത് ഓർഡർ ചെയ്തൊക്കെ വന്ന സമയത്തേക്കൊക്കെ ആ ഒരു വാലൻറ്റൈൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു വീഡിയോസ് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പേപ്പറൊക്കെ ഫുള്ളായിട്ടുള്ള ഒരു ഷീറ്റിന് എനിക്ക് 12 റുപ്പീസ് ഒറ്റാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള കാർഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു തീമിലുള്ളതാണ്. 250 GSMൻ്റെ 24 ഷീറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ഡിസൈൻസും നമുക്ക് 2 പേജസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 12 ഡിസൈൻസിൻ്റെ 24 പേജസ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടുള്ളതും പ്രിൻറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ ഈ ഒരു കളർ തീമിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ്സ് ഉണ്ട്. ഒരു ചെക്കിൻ്റെ ഒരു ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിൽ ഇഞ്ചസിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 6 ഇഞ്ചസ് ഇൻറ്റു 6 ഇഞ്ചസ് ആണ്. പിന്നെ സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു അളവിൽ 15.24 സെൻറ്റിമീറ്റർ ഇൻറ്റു 15.24 സെൻറ്റിമീറ്റർ ആണ്. നല്ല ഭംഗിയില്ല ഈ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഡിസൈനൊക്കെ നമുക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടൊരു ഡിസൈനാണ്. ഒരു പ്രത്യേക ഒരു കളർ തീമൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് സ്റ്റോക്കിന് 199 ആണ് റേറ്റ്. അപ്പോൾ എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് 125 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് സൺഷൈൻ ആൻഡ് ലെമണേഡ് എന്ന് പറഞ്ഞ ഒരു തീമിലുള്ളതാണ്. ഇതുപോലെ 12 ഡിസൈൻസിൻ്റെ 24 ഷീറ്റ്സ് ആണ്. 6 ഇഞ്ചസ് ഇൻറ്റു 6 ഇഞ്ചസ് തന്നെയാണ്. സെയിം സൈസുള്ള കാർഡ് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഗ്രീനും യെല്ലോയും പിങ്കും റെഡൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിലിപ്പം ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. പിന്നെ നമ്മളെ ഒരു വാഷി ടൈപ്പൊക്കെ പോലുള്ള ഒരു നല്ല ബോർഡർ കൊടുക്കാനൊക്കെ പറ്റിയ ഡിസൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡാബിങ് കൊടുത്തുള്ള ടൈപ്പാണ് കേട്ടോ ഈ ഒരു കാർഡ് ഫുള്ളായിട്ട്. നമുക്കിങ്ങനെ ഒരു ബർത്ത്ഡേ തീമിലൊക്കെ ഉള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈപ്പ് നല്ലൊരു കളർ തീമാണ്. അടുത്തായിട്ട് ഒരു പോപ്പീസ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞ തീമിലുള്ള കാർഡ് സ്റ്റോക്കാണ്. അപ്പോൾ അതും നല്ല റെഡും വൈറ്റൊക്കെ ആയിട്ട്, റെഡ് വൈറ്റ് പിങ്ക് ഒക്കെ ആ ഒരു കളർ തീമിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് സ്റ്റോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൽ ആ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ അതൊക്കെ നല്ല രസമുണ്ട്. നമുക്കൊരു വാലൻറ്റൈൻ തീമിൽ, പിന്നെ അതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളർ തീമാണ്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഡിസൈൻ്റെ ഒരു കുഞ്ഞ് ഇമേജസ് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു തീമിലാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഒരു ബോർഡറൊക്കെ ആയിട്ട് ഒരു ലേസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ ബ്ലാങ്കറ്റൊക്കെ, അത് ആ ഒരു രീതിയിലൊക്കെയാണുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ തീമൊക്കെ. അപ്പോൾ ഞാൻ 4 ടൈപ്പ് കളർ തീമിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് അമോർ മീ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കളർ തീമിലുള്ളതാണ്. ഒരു പ്രത്യേക ടൈപ്പാണ്. കുറച്ചൊരു ഫെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ്, നല്ലൊരു ലുക്ക് ഉള്ളതാണ് കേട്ടോ. ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാർഡായിട്ടുള്ള സ്ക്രാപ്പ് കുക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് കളർഫുൾ അല്ല, ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളതാണ്. അപ്പോൾ അതും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ആ ഒരു തീമിലുള്ളതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇറ്റ്സി ബിസിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇറ്റ്സി ബിസി എന്ന് പറയുമ്പം ഓൺലൈൻ ആയിട്ടുള്ള ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ വലിയൊരു സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അപ് ടു 80% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 80% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിറ്റിൽ ബേർഡിയുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സൊക്കെ പറയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് പ്രോഡക്റ്റ്സ് തന്നെയാണ്. പല ടൈപ്പ് ടെക്സ്ചർ പെയിൻറ്റുകളും പല ടൈപ്പ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അവിടെ ഒരു കോഡും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഗെയിൻ കുറച്ചും കൂടെ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും.
അപ്പോൾ ക്രാഫ്റ്റിൻ്റെ സപ്ലൈസ് മാത്രമല്ല കേട്ടോ, സ്കൂൾ സപ്ലൈസ് നല്ല ഓഫറിൽ തന്നെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഉടൻ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.